ഇപ്പോൾ പുതിയ വിവാദങ്ങളൊക്കെ സിനിമയിൽ വരുന്നുണ്ടല്ലോ. എപ്പോഴും പുതിയ ആളുകൾ ധാരാളം സിനിമയിലേക്ക് വരുന്നു. പഴയ കാലത്തെ പോലെയല്ല. ഒട്ടനവധി ചെറുപ്പക്കാർ സിനിമയിലേക്ക് വരുന്നുണ്ട്. അവർ പ്രതീക്ഷിക്കുന്നതിലപ്പുറം നിലവാരത്തിലൊക്കെയാണ് പടങ്ങൾ എടുക്കുന്നത്. ഇപ്പോൾ അമ്മ അഭിനയിച്ച സിനിമകളൊക്കെ അങ്ങനെ ആയിരിക്കാം. എല്ലാം ചെറുപ്പക്കാരുടെ പുതിയ നിരയാണ്. അതേസമയം തന്നെയാണ് ആ സിനിമയുടെ മേൽ വലിയ വിവാദങ്ങൾ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയൊക്കെ രൂപത്തിൽ വന്നിരിക്കുന്നത്. അമ്മയ്ക്ക് ആ വിഷയങ്ങൾ കേൾക്കുമ്പോൾ, അങ്ങനെ ഒരു സംഭവം കേൾക്കുമ്പോൾ സിനിമയിലൂടെ അറിയപ്പെടുന്ന ഒരു നടി എന്നുള്ള രീതിയിൽ മനസ്സിൽ എന്താണ് തോന്നുന്നത്? എല്ലാ മേഖലകളിലും വ്യക്തിത്വങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുമ്പോൾ മാത്രമാണല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അന്ന് അതിന് വഴങ്ങിയിട്ട് ഇന്നതിനെ തെറ്റായി പറയുന്നത് ശരിയല്ല. പിന്നെ അപ്പോൾ തന്നെ പ്രതികരിക്കണം. എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. സിനിമയ്ക്ക് വേണ്ടി എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഏതൊരു ലൊക്കേഷനിൽ ചെന്നാലും നല്ല ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും എന്നോട് ഇടപെട്ടിട്ടുള്ളൂ. നല്ല ഡിസിപ്ലിൻ. നമ്മൾ ചെല്ലുന്നു, വണ്ടിയിൽ നിന്ന് കാറിൽ നിന്ന് നമ്മുടെ പെട്ടി വരെ അങ്ങോട്ട് കൊണ്ടുപോയി നമുക്കെടുത്തു തരുന്ന റൂം നല്ല സൂപ്പർ റൂമാണ്. അതിൻ്റെ വാതക്ക വരെ റൂം ബോയുടെ അടുത്ത് ഇവർ കൊണ്ടേൽപ്പിക്കുന്നു. അത് നമ്മൾ അവിടെ ചെല്ലുന്നു. ഡിസിപ്ലിൻ. നാളെ ഇത്ര മണിക്ക് ഷൂട്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇറങ്ങി, ലിഫ്റ്റിൽ ഇറങ്ങി താഴെ വന്നു, കാറ് റെഡി, അവിടെ കയറിപ്പോകും. എനിക്കിന്ന് വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതെന്ന് പറയുന്നതേ ഇപ്പോൾ നമ്മുടെ മേഖലകളെ താറടിക്കാവുന്ന മാത്രമേ എന്നെ സംബന്ധിച്ച്. കാരണം അങ്ങനെ ഉണ്ടാവരുതെന്ന് സ്ത്രീ വിചാരിക്കണം. നമ്മുടെ കയ്യിലാണ് നമ്മുടെ സുരക്ഷിതത്വം, അതേത് മേഖലയായാലും. പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ചാൻസ് നഷ്ടപ്പെടുമല്ലോ എന്ന് കരുതി പോകണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വേണ്ട എനിക്ക് എന്ന് പറയുന്ന നടികളും ഉണ്ടല്ലോ. എങ്കിൽ അതാണ് അതിൻ്റെ ശരി. ഇനിയിപ്പോൾ സിനിമയിൽ അങ്ങനെ ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിന് മുന്നിൽ വരണമെന്ന് തന്നെയാണോ അഭിപ്രായം? എങ്ങനെയാണ് നിയമം? കാരണം അത് ഈ ജോലി, നമ്മുടെ ഉപജീവന മാർഗമായ കല, മറ്റെല്ലാ മേഖലകളിലെയും പോലെ നമുക്ക് മുന്നോട്ട് പോകണം എന്നാഗ്രഹിച്ച് ചെല്ലുമ്പോൾ ചൂഷണം ചെയ്യാതിരിക്കുക. ചൂഷണം ചെയ്യരുത്. അത് അങ്ങനെയാണെങ്കിലേ ചാൻസ് തരും. അതൊന്നും പറയുന്നത് അത് ശരിയല്ല താനും. അതിന് അപ്പോഴേ അല്ലേ പിന്മാറിപ്പോക്കോണം. അത്രയേ ഉള്ളൂ. പിന്നെ അതിന് കുറേ കാലം കഴിയുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ സർക്കാരിൻ്റെ ഈ റിപ്പോർട്ട് 4.5 വർഷം മുമ്പ് കിട്ടിയതാണ്. ഇത്രയും നാൾ അത് പുറത്തു വിട്ടിരുന്നില്ല. സിനിമയെ നന്നാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തങ്ങൾ അത്തരം ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിലേക്ക് പോയതെന്നാണ് സർക്കാർ പറയുന്നത്. അങ്ങനെ വൈകിയതിൽ എന്തെങ്കിലും നിരാശ തോന്നുന്നുണ്ട്? ആ റിപ്പോർട്ട് വൈകിയതെന്ന് പറഞ്ഞാൽ അപ്പോഴ് തന്നെ, അല്ലെങ്കിൽ അവരങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ അവർ അന്നേരം തന്നെ അത് കൊടുക്കുകയും അതിന് പ്രതികരണം ഉണ്ടാകുകയും ചെയ്യണമായിരുന്നു. പിന്നെ മേഖലയെ തരം താഴ്ത്തി ഒരു ഇത് വരുമ്പോൾ നമുക്കെല്ലാം, ഞങ്ങൾ അഭിനയിക്കുന്നവർ ബാക്കി എല്ലാവരെയും അത് ബാധിക്കും. ഇപ്പോൾ ആ റിപ്പോർട്ടിൽ ആരും പേരൊന്നും പറയുന്നില്ല. സിനിമയിൽ ഇങ്ങനെ ചൂഷണം നടക്കുന്നു, സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് അതിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. അതിൽ ഒരു നടന്മാരുടെയോ നടിമാരുടെയോ പരാതി കൊടുത്തവരുടെയും പേരില്ല, അല്ലെങ്കിൽ പേര് പരാമർശിക്കുന്നില്ല. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഇനിയും മുന്നോട്ട് പോകുന്ന പുതിയ തലമുറയ്ക്ക് വരുന്നവർക്കൊന്നും ചൂഷണങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളെ എല്ലാ മേഖലകളിലും ജോലിക്ക് വേണ്ടി ചെല്ലുന്നിടത്തും ഒക്കെ കാണും. അതൊന്നും അവരാരും പ്രതികരിക്കുന്നില്ല. ഇപ്പോഴത്തെ സിനിമയുടെ മേഖലയ്ക്ക് ഇങ്ങനെ അത് വെളിച്ചത്ത് കൊണ്ടുവരുമ്പോൾ തെറ്റ് ചെയ്തിട്ടുള്ളവർ അതിന് ശിക്ഷ അനുഭവിക്കുന്നെങ്കിൽ അത് ശരിയാവണം എന്നാണ് എൻ്റെ. കാരണം ജീവിക്കാൻ വേണ്ടിയല്ലേ വരുന്നത്. അപ്പം അതിനിങ്ങനെ ഒരു പ്രവണത വേണ്ട. അതായത് സിനിമയിലേക്ക് അഭിനയിക്കാൻ ഒരാൾ വരുമ്പോൾ, ഒരു വനിത വരുമ്പോൾ ചൂഷണം ചിലപ്പോൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നടന്നിരിക്കാമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇനി അങ്ങനെ നടത്തിയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കണം. ഇനി സിനിമയിൽ അങ്ങനെയുള്ള ഒരു പ്രവണതയിലേക്ക് പോകരുത്. അതാണ് അഭിപ്രായം. നല്ല ഡിസിപ്ലിനോടുകൂടി നമ്മുടെ കലാഫീൽഡ്, സിനിമാ മേഖല കളങ്കമില്ലാതെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെ ആവണം. എല്ലാ ഭാവങ്ങളും നേരുന്നു അഭിനയ ജീവിതത്തിൽ. കുടശനാട് കനകമാണ് നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത്. സിനിമാ മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പുതിയ വിവാദം, ആ വിവാദത്തിൽ കുറ്റം ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിയമത്തിന് മുന്നിൽ വരട്ടെ എന്നാണ് ഒരു ചലച്ചിത്ര നടി എന്നുള്ള രീതിയിൽ കുടശനാട് കനകം പറയുന്നത്. ഒപ്പം തന്നെ
വരും നാളുകളിൽ ഇത്തരത്തിലുള്ള പ്രവണത സിനിമയിൽ നിന്നും പൂർണ്ണമായും ഇല്ലാതാകണം എന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു അഭിപ്രായം കൂടി ഈ ചലച്ചിത്ര നടിക്കുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട. റിപ്പോർട്ടർ ചാനലിനും പ്രേക്ഷകർക്കും സ്നേഹാദരങ്ങളോടെ നന്ദി.